ഇച്ചിരി മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മാങ്ങ ഇങ്ങനെ ഇച്ചിരി വലിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ നല്ലവണ്ണം മാങ്ങ കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം മാത്രമേ മാങ്ങ കട്ട് ചെയ്ത് വയ്ക്കാവൂ. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മാങ്ങാക്കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ എടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് ഉപ്പെല്ലാം മാങ്ങയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതാ ഉപ്പും മാങ്ങയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരുന്നോട്ടെ. കുറച്ച് ജോലിയുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ജോലിയിലോട്ട് കിടക്കാം. ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ വേണമെങ്കിൽ പാൻ എടുക്കാം, ചീനിച്ചട്ടി വേണമെങ്കിൽ എടുക്കാം, എന്ത് വേണോ എടുക്കാം. പക്ഷേ ഈ മൺചട്ടി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാണ്. വിനാഗിരി ഒക്കെ ഒഴിക്കുമ്പോൾ പിന്നെ അലൂമിനിയത്തിൻ്റെയൊക്കെ അതിനെക്കാട്ടി ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് ഈ മൺചട്ടിയാണ്. ഇതിലിച്ചിരി കടുകിടാവേ. ഇതാ കടുകൊക്കെ ഇട്ടു. കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയം ഇച്ചിരി 10-20 അല്ലി വെളുത്തുള്ളി ഒന്ന് തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്നിടാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വലിയ 1 സ്പൂൺ മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടിയാണ്. മാങ്ങ ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് ഒന്നല്ല ഒരല്പം കൂടെ വേണമെങ്കിലും ഇടാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഇതാ 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വരട്ടെ. പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇച്ചിരി കടുക് ഒന്ന് പൊടിച്ചത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി കടുക്. ഇതും ഒന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ. അടുത്തത് ഉലുവാപ്പൊടിയാണ്. ഇച്ചിരി ഇട്ട് കൊടുക്കാം. അത് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ്, ഇല്ലെങ്കിൽ ചട്ടിയാണെങ്കിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. കാരണം എണ്ണയൊക്കെ നല്ല തിളച്ച എണ്ണയാണ്. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. ഒരുപാട് അല്പം ഒന്ന് ഉയർത്തിയാൽ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് വെറും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടെ ഒന്ന് ചേർക്കാം. കായം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പോലെ ചിലത് നല്ല മണവും ഗുണവും ഒക്കെ ഉള്ള കായമായിരിക്കാം. ഇത് നല്ല LG കായമാണ്, LG കായത്തിൻ്റെ പൊടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. നമുക്കത് നോക്കിയിട്ടിടാം. ഇതാ നമ്മുടെ കൂട്ടെല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. വെളുത്തുള്ളിയെല്ലാം നല്ല വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഒരു 2 സ്പൂൺ വിനാഗിരി കൂടെ ഒന്ന് ചേർക്കാം. ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഉപ്പ് ആവശ്യത്തിന് നോക്കിക്കോളണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് അല്പം കൂടെ ഒന്ന് തിളച്ചോട്ടെ. തിളയ്ക്കുമല്ല, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി വരട്ടെ. ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ഉപ്പോടുകൂടിയുള്ളതാണ്. അതിൽ ഉപ്പിൻ്റെ അല്പം ചാറൊക്കെ ഉണ്ടായിരിക്കും, കുഴപ്പമില്ല, അത് നമുക്ക് ഒഴിക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിൻ്റെ വെള്ളത്തോടു കൂടി കാണും, കുഴപ്പമില്ല. ഇത് ബാലൻസ് ആയിക്കോളും വിനാഗിരിയൊക്കെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതങ്ങനെ മാങ്ങ അച്ചാർ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, അടിപൊളി മാങ്ങാക്കറി. എത്ര മാസങ്ങളോളം വേണമെങ്കിലും ഇതിരിക്കും. കാരണം വിനാഗിരിയൊക്കെ ചേർത്തതുകൊണ്ട്, വിനീഗർ ഒക്കെ ചേർത്തതുകൊണ്ട് മാസങ്ങളോളം വേണമെങ്കിൽ ഈ മാങ്ങാക്കറി ഇരിക്കും. വിനീഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിനീഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ വിനീഗർ ഒഴിക്കാതെ വേണമെങ്കിലും നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇതിപ്പോൾ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല അടിപൊളി മാങ്ങാക്കറി മാസങ്ങളോളം ഇരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് മാങ്ങാക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാങ്ങ ഒരുവിധം നല്ല ചൂടായി വരും. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലവണ്ണം തണുത്തതിന് ശേഷം
നല്ല ഗ്ലാസ് കുപ്പിയിലോട്ട് നമുക്ക് ഇത് അടച്ച് 2-3 കുപ്പിയിലാക്കി വെക്കാം. കാരണം നനഞ്ഞ സ്പൂണോ കുട്ടികളൊക്കെ ആണെങ്കിൽ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ടിട്ട് മാങ്ങാക്കറി കോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കാതെ 2-3 കുപ്പികളിലാക്കി വെച്ചാൽ നമുക്ക് 1 മാസത്തോളം ഈ ഇത്രയും മാങ്ങാക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഒരു മാങ്ങാക്കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.